ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം. മനുഷ്യരിൽ ഇടതുവശത്തേക്ക് ചെരിഞ്ഞിരിക്കേണ്ട ഹൃദയം വലതുവശത്തേക്ക് ചെരിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. അതിന്റെ പേരെന്താണ്? മനുഷ്യരിൽ ഇടതുവശത്തേക്ക് ചെരിഞ്ഞിരിക്കേണ്ട ഹൃദയം വലതുവശത്തേക്ക് ചെരിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. അതിനെന്താണ് പറയുന്നത്? ഓപ്ഷൻസ് ടാക്കികാർഡിയ, ഡെക്സ്ട്രോകാർഡിയ, ബ്രാഡികാർഡിയ. ഇതൊന്നുമല്ല എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ എല്ലാം എന്തൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. അപ്പോൾ ഇതിന്റെ ആൻസർ വരുന്നത് ഏതാണ്? ഡെക്സ്ട്രോകാർഡിയാണ്. എന്താണ് ആൻസർ? ഡെക്സ്ട്രോകാർഡിയാണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി ആണ്. ഡെക്സ്ട്രോകാർഡിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു മനുഷ്യരിൽ സാധാരണ ഹൃദയം എവിടെയാണ് ഉണ്ടായിരിക്കുക? ഇടതുവശത്തേക്ക് ചെരിഞ്ഞാണ് ഉണ്ടായിരിക്കുക. ഇടതുവശത്തേക്ക് ചെരിഞ്ഞ ആ നോർമൽ കണ്ടീഷനാണ് എന്തു പറയുന്നത്? ലെവോകാർഡിയ. നോർമൽ കണ്ടീഷനാണ് എന്ത്? ലെവോകാർഡിയ എന്ന് പറയുന്നത്. ഇനി ഈ ഡെക്സ്ട്രോകാർഡിയാണ് എപ്പോൾ വരുന്നത്? ഇടതുവശത്തേക്ക് ചെരിഞ്ഞിരിക്കേണ്ട ഹൃദയം വലതുവശത്തേക്ക് ചെരിഞ്ഞിരിക്കുമ്പോൾ എന്തായി വരും? ഡെക്സ്ട്രോകാർഡിയ എന്ന് വരും. അത് ജന്മനാൽ വരുന്ന ഒരു അസുഖമാണ്. ജന്മനാൽ ആളുകൾ അതുപോലെ ഈ അസുഖമുള്ള ആളുകൾ, അസുഖം എന്നല്ല, ഈ ഒരു അവസ്ഥ ഉള്ള ആളുകൾ അതേപോലെ തന്നെയായിരിക്കും ജന്മനാൽ. അടുത്ത മിസോകാർഡിയ. മിസോകാർഡിയ എന്ന് വെച്ചാൽ എന്താണ്? ഈ ഒരു പിക്ചറിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഹാർട്ട് എവിടെയായിരിക്കും? മിഡിൽ ഓഫ് ദ തോറാക്സ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ നെഞ്ചും കൂട്ടിൽ, അതിൽ ചെസ്റ്റിൽ സെൻട്രൽ ആയിട്ടായിരിക്കും, നടുക്കായിരിക്കും അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നടുക്കാണെങ്കിൽ മിസോകാർഡിയ, മിഡിൽ എന്ന് ഓർക്കുക. മിഡിൽ ആണെങ്കിൽ മിസോ, എം എന്ന് ഓർത്തു വെക്കുക. ആൻഡ് റൈറ്റ് ആണെങ്കിൽ ഡെക്സ്ട്രോകാർഡിയ. റൈറ്റ് എന്ന് പറയുമ്പോൾ ആ ആറുള്ളത് ഈ ഡെക്സ്ട്രോ എന്നുള്ളതിലാണ്. ലെവോകാർഡിയ എന്താണ്? നോർമൽ പൊസിഷൻ അഥവാ ലെഫ്റ്റ് പൊസിഷൻ. ഇനി നമുക്ക് ആ ഒരു ഓപ്ഷനിൽ തന്നിരിക്കുന്ന മറ്റ് ഓപ്ഷൻസും കൂടി നോക്കാം. അപ്പൊ ആദ്യത്തെ ഓപ്ഷനിൽ ടാക്കികാർഡിയ എന്നാണ്. എന്താണ് ടാക്കികാർഡിയ? ഇനി എന്താണ് ഈ ടാക്കികാർഡിയ നോക്കാം. ഓക്കെ, ടാക്കികാർഡിയ എന്ന് പറയുന്നത്, അതായത് ഓപ്ഷൻ എ ടാക്കികാർഡിയ എന്ന് പറയുന്നത് വളരെ റാപ്പിഡായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ത്വരിത വേഗത്തിലുള്ള ഹാർട്ട് ബീറ്റിനെയാണ് പറയുന്നത്. എന്താണ്? വളരെ വേഗത്തിലുള്ള ഹൃദയസ്പന്ദന നിരക്കിനെയാണ് എന്ത് പറഞ്ഞ ആ ഒരു അസുഖമാണ് എന്ത്? ടാക്കികാർഡിയ, റാപ്പിഡ് ഹാർട്ട് ബീറ്റ്. ഓക്കെ, റാപ്പിഡ് അല്ലെങ്കിൽ ഫാസ്റ്റ്. ഇനി എന്താണ് ബ്രാഡികാർഡിയ? ബ്രാഡികാർഡിയ എന്ന് പറയുന്നത് എന്താണ്? സ്ലോ ഹാർട്ട് ബീറ്റിനാണ് എന്ത് പറയുന്നത്? ബ്രാഡികാർഡിയ. അപ്പൊ ഈ മൂന്നെണ്ണത്തിന്റെ അർത്ഥവും പഠിക്കുക, ഈ ഒരു 3 കണ്ടീഷൻസും പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏത് രാസവസ്തുവാണ് രക്തം കട്ടപിടിക്കാതെ സൂക്ഷിക്കാൻ രക്തബാങ്കുകളിൽ ഉപയോഗിക്കുന്നത്? അപ്പോൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് രക്തബാങ്കുകളിൽ സൂക്ഷിക്കുന്നത്. അപ്പൊ ഇതില് ഹെപ്പാരിൻ കൊടുത്തിട്ടുണ്ട്, പിന്നെ സോഡിയം നൈട്രേറ്റ്, സോഡിയം സിട്രേറ്റ്, പൊട്ടാസ്യം നൈട്രേറ്റ്. അപ്പൊ ഇവിടെ കൺഫ്യൂഷൻ വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ സോഡിയം നൈട്രേറ്റും സോഡിയം സിട്രേറ്റും കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. സോഡിയം സിട്രേറ്റ് ആണ്. സോഡിയം സിട്രേറ്റ്. അപ്പൊ ഈ സോഡിയം സിട്രേറ്റ് എന്ന് പറയുന്നത് ഒരു ആന്റി കൊയാഗുലന്റ് ആണ്. അതായത് രക്തം പിടിക്കാതിരിക്കാൻ വേണ്ടി, രക്തം കട്ട പിടിക്കാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് രക്തബാങ്കുകളിൽ അത് ഈ ഒരു രാസവസ്തുവാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, സോഡിയം സിട്രേറ്റ്. ഇനി ഒരു കാര്യം, ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്ന ഹെപ്പാരിൻ. ഈ ഹെപ്പാരിനും ഒരു ആന്റി കൊയാഗുലന്റ് തന്നെയാണ്. പക്ഷെ ഈ ഹെപ്പാരിൻ എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? അതായത് ഇപ്പോൾ ഒരു അസുഖ സമയത്ത് ഒരു മരുന്നായിട്ടൊക്കെ, മെഡിക്കേഷനൊക്കെ ആയിട്ട് അത് യൂസ് ചെയ്യും. അത് എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പോൾ ഹാർട്ട് പേഷ്യൻസ് ആണെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരുന്ന സമയത്തൊക്കെ ഈ ഹെപ്പാരിൻ യൂസ് ചെയ്യാറുണ്ട്. പിന്നീട് ഇപ്പം എന്തെങ്കിലും സർജറിയൊക്കെ വേണ്ടി വരുമ്പോൾ സർജറിക്ക് മുൻപ്, അതായത് അനാവശ്യമായിട്ടുള്ള ഈ ബ്ലഡ് ക്ലോട്ട് പെട്ടെന്ന് ഒഴിവാക്കുക. അപ്പോൾ ദീർഘനേരത്തേക്കുള്ള സർജറിയൊക്കെ ആണെങ്കിൽ ബ്ലഡ് ക്ലോട്ട് ഒഴിവാക്കാനായിട്ടും ഈ ഹെപ്പാരിൻ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അതും ആന്റി കൊയാഗുലന്റ് തന്നെയാണ്, രക്തം കട്ട പിടിക്കാതെ സൂക്ഷിക്കാനാണ്. പക്ഷേ രക്തബാങ്കുകളിൽ അത് ഉപയോഗിക്കുന്നത് ഏതാണ്? സോഡിയം സിട്രേറ്റ് ആണ്. അത് ഓർക്കുക. ഇനി എന്താണ് ഈ സോഡിയം നൈട്രേറ്റ്? സോഡിയം നൈട്രേറ്റ് അല്ലെങ്കിൽ എന്താണ്? സോഡ നൈറ്റർ. സോഡിയം നൈട്രേറ്റ് അല്ലെങ്കിൽ സോഡ നൈറ്റർ എന്നൊക്കെ പറയും. അതെന്താണ്? NaNO3 ആണ്. NaNO3. ഇതിനാണ് നമ്മൾ ചിലി സോൾട്ട് പീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ചിലി സാൾട്ട് പീറ്റർ എന്ന് പറയുന്നത് എന്താണ്? സോഡിയം നൈട്രേറ്റ്. ഇനി അതുപോലെ തന്നെ പൊട്ടാസ്യം നൈട്രേറ്റ്. പൊട്ടാസ്യം നൈട്രേറ്റ് ആണ് ഓർഡിനറി സോൾട്ട് പീറ്റർ. അപ്പോൾ വെറുതെ സാൾട്ട് പീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതാണ്? പൊട്ടാസ്യം നൈട്രേറ്റ് അല്ലേ, വെടിമരുന്ന് എന്ന് നമ്മൾ പറയും. അപ്പോൾ പൊട്ടാസ്യം നൈട്രേറ്റ്. അപ്പോൾ ഈ 4 എണ്ണത്തിന്റെ നമ്മൾ പഠിച്ചു. അപ്പോൾ അടുത്തതിലേക്ക് പോവാം.
രക്തഗ്രൂപ്പുകളെ സംബന്ധിച്ച് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? രക്തഗ്രൂപ്പുകളെ സംബന്ധിച്ച് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയല്ലാത്തത് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതില് ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നു, എ രക്തഗ്രൂപ്പുകളുള്ളവരുടെ രക്തത്തിൽ ആന്റിജൻ എ, ആന്റിബോഡി ബി എന്നിവ അടങ്ങിയിരിക്കുന്നു. അടുത്തത് ബി രക്തഗ്രൂപ്പുകളുള്ളവരുടെ രക്തത്തിൽ ആന്റിജൻ ബിയും ആന്റിബോഡി എയും അടങ്ങിയിരിക്കുന്നു. അടുത്ത ഓപ്ഷൻ RH ഘടകമുള്ള രക്തഗ്രൂപ്പ് പോസിറ്റീവ് ഗ്രൂപ്പും RH ഘടകം ഇല്ലാത്ത രക്തഗ്രൂപ്പ് നെഗറ്റീവ് ഗ്രൂപ്പ് എന്നും അറിയപ്പെടുന്നു. ഓപ്ഷൻ ഡി എന്താണ്? രക്തഗ്രൂപ്പ് നിർണ്ണയിക്കാൻ സഹായിക്കുന്നത് രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ആന്റിബോഡികളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇപ്പോൾ ആൻസർ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ പോലും ഈ ഓപ്ഷൻസ് നോക്കിയാൽ തന്നെ നമുക്ക് ഒന്ന് തിങ്ക് ചെയ്താൽ തന്നെ മനസ്സിലാകും. അതായത് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്താലേ കളയാൻ സാധിക്കും. കാരണം ഇവിടെ എ രക്തഗ്രൂപ്പ് എന്ന് പറയാൻ കാരണം എന്താണ്? അതിൽ ആന്റിജൻ എ ഉള്ളത് കൊണ്ടാണ് എ രക്തഗ്രൂപ്പ് എന്ന് പറയുന്നത്. ബി രക്തഗ്രൂപ്പ് ഉള്ളത് എന്തുകൊണ്ടാണ്? ആന്റിജൻ ബി ഉള്ളത് കൊണ്ടാണ്. ഇനി RH ഘടകം ഉണ്ടെങ്കിൽ പോസിറ്റീവ് ആണ്, അത് കറക്റ്റ് ആണ്. RH ഘടകം ഇല്ലാത്ത രക്തഗ്രൂപ്പ് ആണെങ്കിൽ അത് നെഗറ്റീവ് ഗ്രൂപ്പാണ്. അപ്പോൾ ഈ ഒരു എ ആയാലും ബി ആയാലും അതിലൊക്കെ നെഗറ്റീവും പോസിറ്റീവും വരുന്നത് RH ഘടകത്തിന്റെ ബേസിസിലാണ്. ഇനി രക്തഗ്രൂപ്പ് നിർണ്ണയിക്കാൻ സഹായിക്കുന്നത് ആന്റിബോഡികളാണ്. അത് ശരിയാണോ? അല്ല. ഏതാണ്? ആന്റിജൻ ആണ്. അപ്പൊ ഈ ഓപ്ഷനിൽ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് ഇതാണ്, ചൂടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത്. അപ്പൊ അതിൽ ഏതാണ് ശരിയല്ലാത്ത ഓപ്ഷൻ? ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ മലിനജലത്തിലൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസ് ഏതാണ്? മലിനജലത്തിലൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസ്. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും, അടുത്ത ഓപ്ഷൻ ഡിയും ഇയും, അടുത്തത് ബിയും ജിയും, പിന്നെ എയും ഇയും, ഇങ്ങനെയൊക്കെയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ മലിനജലത്തിലൂടെ പകരുന്നത് ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ്. എയും ഇയുമാണ് ഓപ്ഷൻ. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എ അതുപോലെ ഹെപ്പറ്റൈറ്റിസ് ഇ എന്നിവ എന്തിലൂടെയാണ് പകരുന്നത്? മലിനജലത്തിലൂടെ പകരുന്നു. ഈ ഹെപ്പറ്റൈറ്റിസ് എ ഉണ്ടല്ലോ, അത് ആക്ച്വലി ഇപ്പം ഇതെല്ലാം ലിവറിനെ ബാധിക്കുന്നതാണ്. അപ്പോൾ എ എന്ന് പറയുന്നത് ഇപ്പം ഫുഡിൽ നിന്നും, അതായത് ഇപ്പോൾ മലിനമായ ഫുഡിൽ നിന്നും ഇപ്പോൾ നമ്മൾ ഫുഡ് പാക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അത് പ്രിപ്പയർ ചെയ്യുമ്പോഴോ അത് കഴിഞ്ഞിട്ട് സെർവ് ചെയ്യുമ്പോഴോ ഒക്കെയുള്ള അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു എന്താ പറയുക അഴുക്ക് വന്നതുകൊണ്ട്, അങ്ങനെ മലിനജലത്തിൽ നിന്ന് മാത്രമല്ല മലിനമായ ഫുഡിൽ നിന്നും പകരുന്നതാണ് ഏത് വരുന്നത്? ഈ ഓപ്ഷൻ എ എന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾക്കുണ്ടെങ്കിൽ അത് മറ്റൊന്നിലേക്ക് പകരുന്നതാണ്. ഓപ്ഷൻ എ, ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ഇ രണ്ടും. ഇനി അടുത്തത് ഈ ഓരോന്നും നമുക്ക് നോക്കാം. അതായത് ഇപ്പോൾ എയും ഇയും നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത നമുക്ക് പറയാവുന്നത് ഓപ്ഷൻ എയിൽ പറഞ്ഞേക്കുന്ന പോലെ ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും. ഇപ്പോൾ ബി എന്ന് പറയുന്നതിനകത്ത് ഹെപ്പറ്റൈറ്റിസ് ബി പകരുന്നത് ബ്ലഡ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ്